ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ആൻഡ്രോയിഡ് മൊബൈലിൽ നിന്നും ഐഫോണിലേക്ക് എങ്ങനെ മീഡിയ ഫയൽ വളരെ ഈസി ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാം എന്നുള്ളൊരു ചെറിയ ടിപ്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. എൻ്റെ ഒത്തിരി വ്യൂവേഴ്സ് എന്നോട് പേഴ്സണൽ മെസ്സേജ് അയച്ച പ്രകാരമാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇന്ന് ചെയ്യുന്നത്. സാധാരണ ഐഫോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന രീതി എന്ന് വെച്ചാൽ മൂവ് ടു iOS എന്നൊരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ ഐഫോൺ കംപ്ലീറ്റ് ഫോർമാറ്റ് ആക്കിയതിന് ശേഷം മാത്രമേ ആ ഒരു ഓപ്ഷൻ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഇതൊന്നുമില്ലാതെ തന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന വൈഫൈ സെയിം നെറ്റ്വർക്ക്, രണ്ട് മൊബൈലിലും സെയിം നെറ്റ്വർക്ക് ആണെങ്കിൽ നിങ്ങളുടെ ചെറിയൊരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് മീഡിയ ഫയൽ നിങ്ങളുടെ ഐഫോണിൽ നിന്നും നിങ്ങളുടെ ആൻഡ്രോയിഡിലേക്കും ഒരേ സമയം നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയൊരു സോഫ്റ്റ്വെയർ ആണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തി തരുന്നത്. അപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയർ ആണ് നമ്മൾ ചെയ്യുന്നത്. സെൻഡ് എനിവെയർ എന്നൊരു ആപ്ലിക്കേഷൻ നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. കംപ്ലീറ്റ് ഫ്രീ ആപ്ലിക്കേഷൻ ആണിത്. ഈ രണ്ട് മൊബൈലിലും ഇപ്പോൾ ഞാൻ ആൻഡ്രോയിഡ് മൊബൈലിൽ നിന്നും ഐഫോണിലേക്ക് ഒരു ഫയൽ ഞാൻ ട്രാൻസ്ഫർ ചെയ്ത് കാണിക്കാം. സെൻഡ് എനിവെയർ എന്ന് പറഞ്ഞ ആപ്പ് നമ്മൾ ഓപ്പൺ ചെയ്തതിന് ശേഷം ആൻഡ്രോയിഡിൽ നിന്നും ഐഫോണിലേക്ക് സെൻഡ് ചെയ്യുമ്പോൾ ഇവിടെ സെൻഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളൊരു ഫോട്ടോ സെലക്ട് ചെയ്യുക. ഫോട്ടോ അയക്കുമ്പോൾ ഫോട്ടോ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഞാനൊരു ഇതിൽ കാണുന്ന ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഒരു പിക്ചർ ഞാൻ ക്ലിക്ക് ചെയ്തു. 410 KB ആണ് ഇപ്പോൾ സെൻഡ് ചെയ്യുന്ന ഫയലിൻ്റെ റെസൊല്യൂഷൻ വരുന്നത്. അപ്പോൾ ജസ്റ്റ് സെൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ആൻഡ്രോയിഡിൽ നിന്നും ജസ്റ്റ് സെൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു QR കോഡും ഒരു 6 ഡിജിറ്റ് നമ്പറും കാണിക്കും. അത് ജസ്റ്റ് നമ്മളോട് സെൻഡ് എനിവെയർ എന്ന് പറഞ്ഞ വീണ്ടും ആപ്ലിക്കേഷൻ ഐഫോണിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മറ്റ് മൊബൈലിൽ നിന്ന് ഡാറ്റ ഇതിലേക്ക് ഷെയർ ചെയ്യുമ്പോൾ അപ്പോൾ ഇവിടെ റിസീവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മെനുവിൽ നമുക്ക് കാണാം ഒരു QR കോഡ് എന്നുള്ള ഓപ്ഷനും അല്ലെങ്കിൽ ഇൻപുട്ട് കീ എന്നുള്ള ഓപ്ഷൻ കാണാം. അപ്പോൾ ജസ്റ്റ് നമ്മൾ QR കോഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് കാണാം. സ്കാൻ ചെയ്ത്, അതായത് ഇപ്പോൾ ഞാൻ എൻ്റെ ആൻഡ്രോയിഡ് മൊബൈലിലുള്ള ഈ ഫയൽ ഞാൻ ജസ്റ്റ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ തന്നെ നമുക്ക് ഇവിടെ റിസീവ് ആവുന്നത് കാണാം. ഇപ്പോൾ ആ ഫോട്ടോ റിസീവ് ആയിട്ടുണ്ട്. ജസ്റ്റ് ഈ ആഡൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യുക, ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ നമ്മൾ റിസീവ് ആയ ഫയലിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം 410 KB ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഫോട്ടോ നമുക്ക് റിസീവ്ഡ് ആയി. അതായത് നമ്മൾ അയച്ച അതേ സെയിം റെസൊല്യൂഷനിൽ തന്നെ നമുക്ക് ആ ഫോട്ടോ ഇവിടെ റിസീവ് ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ആൻഡ്രോയിഡിൽ നിന്നും ഐഫോണിലേക്കും ഐഫോണിൽ നിന്നും ആൻഡ്രോയിഡിലേക്കും ഫോട്ടോസും വീഡിയോസും അതുപോലെ തന്നെ മ്യൂസിക്കും നിങ്ങളുടെ കോൺടാക്റ്റ് നമ്പറും എല്ലാം നമുക്ക് വളരെ ഈസി ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാം. സോ ഫ്രണ്ട്സ്, അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളാരും ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ ലഭിക്കുന്നതാണ്. ഒരു പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. ഞാൻ ഷിഹാബ്. ഓക്കെ, ബൈ, സീ യു.